ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. NCERT 2026 അപ്ലിക്കേഷൻ അവസാനിച്ചു അല്ലേ? മാർച്ച് 10 അവസാനിച്ചു. അതിൻ്റെ കറക്ഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. മാർച്ച് 12 മുതൽ 14 വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പബ്ലിക് നോട്ടീസ് ഇന്നലെ ഇറക്കിയ പബ്ലിക് നോട്ടീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2026 NCERT എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് തുടങ്ങാൻ പറ്റിയ കറക്റ്റ് സമയമാണ്. ഏപ്രിൽ 17 എക്സാം. കറക്റ്റ് ഒരു മാസം നമ്മുടെ മുമ്പിലുണ്ട്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 വരെയുള്ള ഒരു 30 ഡേയ്സ് ക്രാഷ് ബാച്ച് എജ്യൂബിൾസ് ലേണിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം ഇനിയും സീരിയസ് ആയിട്ട് NCERT എക്സാമിന് പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. താഴെയുള്ള 97 46 350 365 എന്ന ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ കോഴ്സ് ഡീറ്റെയിൽസും ലഭിക്കും. അപ്പം ഇനിയും വൈകിപ്പിക്കേണ്ട, കാരണം 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും ലഭിക്കുന്ന ഈ കോഴ്സിന് വളരെയധികം ഡിമാൻഡാണ് വരുന്നത്. NCERT എക്സാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, സീരിയസ് ആയിട്ട് ക്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ITP പ്രോഗ്രാമിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ ഇപ്പം തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കറക്ഷൻ വിൻഡോയിൽ നമുക്ക് മാറ്റാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് 12 മാർച്ച് ഇറക്കിയിട്ടുള്ള പബ്ലിക് നോട്ടീസ്. കറക്ഷൻ ഇൻ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അല്ലെ, NCERT എക്സാമിന്. ഓക്കെ, നമുക്കറിയാം ഇവർ ഏപ്രിൽ 17 തന്നെയാണ് എക്സാം നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസീസ് ITP പ്രോഗ്രാമിലുള്ള NCERT എക്സാം RIയിലേക്കും NITകളിലേക്കും IITകളിലേക്കും ഒക്കെയുള്ള ഈ ഒരു എക്സാം 17 ഏപ്രിൽ 2026 തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി രണ്ടാമതായിട്ട് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത്, ആസ് പെർ ദ ഇൻഫർമേഷൻ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പബ്ലിക് നോട്ട്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് കറക്ഷൻസ്. കറക്ഷൻ വരുത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആസ് പെർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. എന്ന് മുതലാണ്? 12 to 14 അല്ലേ, മാർച്ച് 12 മുതൽ 14 വരെ. 14-ാം തീയതി രാത്രി 11:50 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും. എന്തൊക്കെ മാറ്റാം അത് അനക്സർ 1 പറഞ്ഞിട്ട് അടുത്ത പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, എന്തെങ്കിലും NCERT എക്സാമുമായിട്ട് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ റെഗുലറി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഈ കറക്ഷൻ വിൻഡോയുടെ കഴിഞ്ഞാൽ ഇനി ഒരു മാറ്റവും നിങ്ങൾക്ക് വരുത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും അഡീഷണൽ ഫീ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കാൻഡിഡേറ്റ്സ് എന്തായാലും ക്രെഡിറ്റ് ഡെബിറ്റ് വഴി എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാറ്റഗറി ഒക്കെ മാറുകയാണെങ്കിൽ ഫീ മാറുമല്ലോ, അപ്പം എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ എക്സ്ട്രാ ഫീ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പറയുന്നത്, സിൻസ് ഇറ്റ് ഈസ് എ വൺ ടൈം ഫെസിലിറ്റി. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള അതായത് ഇപ്പം 12 മുതൽ 14 വരെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് മാറ്റാമല്ലോ. ഇപ്പോൾ ഒരു വട്ടേ മാറ്റാൻ പറ്റുള്ളൂ. 12-ാം തീയതി നിങ്ങൾ കയറിയിട്ട് മാറ്റിയാൽ 13-ാം തീയതി മാറ്റാൻ പറ്റില്ല. ഓക്കെ, 13-ാം തീയതി മാറ്റിയാൽ 14-ാം തീയതി മാറ്റാൻ പറ്റില്ല. ഒറ്റ തവണ ലോഗിൻ ചെയ്യാം, മാറ്റാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കണം ആ കാര്യമായിട്ട്. വെരി കെയർഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. ഇനി ഫർദർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തരില്ല എന്നാണ് NTA പറഞ്ഞത്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം തന്നിട്ട് പിന്നെ മാറ്റാനുള്ള സ്വാഭാവികമായിട്ടും തെറ്റ് വരുമെന്ന് NTAക്ക് അറിയാം. പിന്നെയും തെറ്റിക്കരുത്. 2 വട്ടം ഒരേ മാളത്തുനിന്ന് പാമ്പ് കടിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, IITകൾ NITകൾ RIകളുടെയും ഓൾറെഡി 223 ആയിരുന്നു ആദ്യം തന്നിരുന്നത് അല്ലേ, ITP പ്രോഗ്രാമിൻ്റെത്. അതിപ്പോൾ 284 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തേക്കൊന്നും അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഇപ്പം എന്ത് ചെയ്യാം, NCERTയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രയോറിറ്റി ലിസ്റ്റ്, യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ പ്രയോറിറ്റി ഒന്നുമില്ല, പ്രിഫറൻസ് അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ നിങ്ങൾക്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളുടെ ചോയ്സുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ഒറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇമെയിലിലേക്ക് അയക്കാം. അതുപോലെ തന്നെ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ NTAയുടെ വെബ്സൈറ്റ് എപ്പോഴും റെഗുലറായിട്ട് അപ്ഡേറ്റ്സിന് വേണ്ടി വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ് നോക്കാൻ പറ്റുന്നത്. ഓക്കെ, മാറ്റാൻ പറ്റാത്തത് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഫോട്ടോഗ്രാഫ്. ഇത് 4 ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇനി താഴെ പറയുന്ന 3 ഫീൽഡ്സ് ഏതെങ്കിലും ഒന്ന് മാറ്റാം.
അതാണ് കാൻഡിഡേറ്റ് ഷാൾ അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫീൽഡ്. ഏതൊക്കെ? കാൻഡിഡേറ്റ് നെയിം ഒന്നെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ നെയിം മാറ്റാം, അല്ലെങ്കിൽ ഫാദർ നെയിം മാറ്റാം, അല്ലെങ്കിൽ മദർ നെയിം. ഇതിലേത് ഒന്നേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ മാറ്റാം. ഓക്കെ, ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സിൻ്റെതും +2ൻ്റെതും മാറ്റാൻ പറ്റും. ഇനി അടുത്ത് എക്സാമിനേഷൻ സിറ്റി മാറ്റാൻ പറ്റും, മീഡിയം ഓഫ് എക്സാമിനേഷനും അല്ലേ, എക്സാം വേണ്ട മീഡിയവും മാറ്റാം, സിറ്റിയും മാറ്റാം. ഇനി അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം, ജെൻഡർ മാറ്റാം, കാറ്റഗറി മാറ്റാം, സിഗ്നേച്ചർ മാറ്റാം. ഓക്കെ, പിന്നെ സബ്ജക്റ്റ് ടെസ്റ്റ് പേപ്പർ മാറ്റാം, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കോഴ്സ് എല്ലാം മാറ്റാം, അതൊക്കെ മാറ്റാം. നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റും. ഓക്കെ, അത് ആർക്ക് മാത്രമാണ്? ആധാർ വെച്ചിട്ട്. ഓക്കെ, ആധാർ അല്ലാത്ത ഐഡൻറ്റിറ്റി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തവർ, ചില ആൾക്കാർ ആധാർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി മാറ്റേണ്ടി വരുമല്ലോ, അത് പറ്റില്ല. ബാക്കി ആധാർ അല്ലാത്ത വേറെ പാസ്പോർട്ടോ ലൈസൻസോ ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഈ ഫീൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അഡീഷണൽ ഫീ അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, അഡീഷണൽ ഫീ ഉണ്ടെങ്കിൽ അത് ഫീ ചെയ്തതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, ഈ കറക്ഷൻസ് അപ്ലിക്കബിൾ ആവുള്ളൂ. 1 ടൈം കറക്ഷൻസ് മാത്രമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ടൈം കറക്റ്റ് ചെയ്താൽ, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോം അത് ഫ്രോസായി പോകും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് കറക്ഷനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇനി നിങ്ങൾ അപ്ലിക്കേഷനോ കൊടുത്തു അല്ലേ, കറക്ഷനും ചെയ്തു, ഇനി നമ്മുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, NCET 2026 വളരെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് എജ്യൂബിൾസിലാണ് നിങ്ങളെ സഹായിക്കാണ്ട് കേരളത്തിലെ 1 and only ഒതൻറ്റിക് NCET കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇത്രയും NCET എക്സാമുമായിട്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന മറ്റൊരു ചാനൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ. NCET ആയിട്ട് റിലേറ്റഡ് ചെയ്യുന്ന കറക്ഷൻ വിൻഡോയുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന, യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എജ്യൂബിൾസ് ലേണിംഗ് ആണ് കേരളത്തിലെ 1 and only NCET കോച്ചിങ് പ്ലാറ്റ്ഫോം. ഒതൻറ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് മേ ബി 1000-നോ 500-നോ വളരെ 499-നോ 700-നോ ഒക്കെ വളരെ ചുരുങ്ങിയ നിലകളിൽ ചീപ്പ് റേറ്റിൽ ലോക്കൽ വെറും നിങ്ങൾക്കതുകൊണ്ടൊന്നും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടേക്കാം. പക്ഷേങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആപ്ലിക്കേഷനിലൂടെ കറക്റ്റ് ഓരോന്നിൻ്റെയും PYQ ഡിസ്കസ് ചെയ്യുന്ന സിലബസിൻ്റെ ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ ചാപ്റ്റർ വൈസ് ഫൗണ്ടേഷൻ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റികളുമായിട്ട് സംസാരിച്ച് മെൻറ്റർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് വേണ്ട ഓരോ യൂണിവേഴ്സിറ്റി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എപ്പോഴും സഹായിക്കാനൊരു മെൻറ്ററുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള ഡിസ്കഷനുള്ള വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അഥവാ യൂട്യൂബ്, അതുപോലെ തന്നെ മികച്ച ലേണിംഗ് ആപ്ലിക്കേഷനുള്ള ഈ ഒരു എജ്യൂബിൾസ് ലേണിങ്ങിൽ ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ NCET എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഓഫർ എന്നുള്ളത് മാർച്ച് 15-ന് ആരംഭിക്കുന്ന 30 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 25 പേർക്ക് മെഗാ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഉടനെ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിന് വേണ്ടി നിങ്ങൾ വാട്സപ്പിൽ കണക്ട് ചെയ്താൽ അല്ലേ, താഴെയുള്ള നമ്മുടെ 97 ഓക്കെ ഈ നമ്പറിൽ കണക്ട് ചെയ്യണം. 97 46 380 365 എന്ന നമ്പറിൽ ഡിസ്കൗണ്ട് എന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം കണക്ട് ചെയ്യുന്ന 25 ആളുകൾക്ക് മെഗാ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അപ്പം അവരെന്ത് ചെയ്യാം, താഴെ കണക്ട് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങളുടെ NCET CUT സ്വപ്നങ്ങൾക്ക് നിറം പകരാം. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കറക്ഷൻ വിൻഡോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ നമ്പറിൽ കോളോ മെസ്സേജോ അയച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരുപാട് മെസ്സേജൊക്കെ വന്നേക്കാം, മേ ബി ലേറ്റ് ആയാലും നിങ്ങൾക്ക് റിപ്ലൈ ലഭിച്ചേക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.